Welcome to Learn with Rekha Miss. We have chemistry three video miss ഇതേ ചാപ്റ്ററിന്റെ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അതിന്റെ ബാക്കിയാണ് ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ തെർമോകെമിക്കൽ റിയാക്ഷൻസും അതിന്റെ രണ്ട് കാറ്റഗറി എക്സോതെർമിക്കും എൻഡോതെർമിക്കും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളും പഠിച്ചില്ലേ? അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, റെഗുലർ ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ മിസ്സിനോട് ഒരു കുട്ടി രമ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി മെസ്സേജ് ചെയ്തിരുന്നു. അതായത് രമ്യ എന്നുള്ള ഐ ഡി എന്നാണ് പറഞ്ഞത്. ബാക്കി സബ്ജക്റ്റുകളൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരണം കേട്ടോ മിസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഫോട്ടോ മീൻസ് എന്താണ്? ഫോട്ടോ എടുക്കാൻ നമുക്ക് എന്ത് വേണം? ലൈറ്റ് വേണം അല്ലെ? പുതിയ ക്യാമറകളിലൊന്നും വേണ്ട, പക്ഷെ എന്നാലും പണ്ടൊക്കെ എന്ത് വേണം? ഫോട്ടോ എടുക്കാൻ ലൈറ്റ് വേണം. ഫോട്ടോ മീൻസ് എന്താണ്? ഫോട്ടോ മീൻസ് ലൈറ്റ് എന്നാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് അബ്സോർബ് ഓർ റിലീസ് ലൈറ്റ് എനർജി. വളരെ എളുപ്പമാണ് പഠിക്കാൻ. കെമിക്കൽ റിയാക്ഷൻസ് അതായത് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ലൈറ്റ് എനർജി വേണ്ടി വരും. ലൈറ്റ് എനർജി ഉണ്ടെങ്കിലേ നടക്കൂ. ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ലൈറ്റ് എനർജിയെ റിലീസ് ചെയ്യും, പുറത്തേക്ക് വിടും. ഈ രണ്ട് കാറ്റഗറി നമ്മൾ പറയുന്ന പേര് എന്ത് തന്നെയാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് തന്നെയാണ്. അപ്പൊ ഇനി അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ green plants makes food അല്ലെ? അതിനാണ് നമ്മൾ എന്ത് പറയാ? ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ? ഗ്രീൻ പ്ലാന്റ്സ് makes food by using water and carbon dioxide in presence of sunlight അല്ലെ? ലൈറ്റ് വേണം. ഇവരെന്താ ഉണ്ടാക്കുക? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഗ്ലൂക്കോസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്, ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ടല്ല, പക്ഷെ അവർ ഉണ്ടാക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസ് പ്ലസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഓക്സിജൻ അല്ലെ? ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെ? ക്ലോറോഫിൽ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് പറയുന്നത്. ഗ്രീൻ അല്ലാത്ത പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഗ്രീൻ പ്ലാന്റ്സ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് മേക്സ് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഈ റിയാക്ഷൻ എന്ന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫോട്ടോസിന്തസിസ് occurs. So photosynthesis is a photochemical reaction. മനസ്സിലായോ? ലൈറ്റ് എനർജി ഇവിടെ എന്താ ചെയ്യുന്നത്? യൂസ് ചെയ്യാം. ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്. ഇത് താഴെ ടെക്സ്റ്റ് ബുക്കിൽ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്താണ് ഫോട്ടോസിന്തസിസ്? ആൻ ഇമ്പോർട്ടന്റ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് ഉള്ള ഭാഗത്തിന്, എർത്തിന്റെ ചുറ്റും ലൈഫ് ഉള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് കേട്ടിട്ടില്ലേ? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എയർ ഉള്ള ഭാഗം. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലൈഫ്, ജീവനുള്ള ഭാഗമാണ്. ഓക്കെ. അപ്പോ ബയോസ്ഫിയറിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ അതിനെ കുറിച്ച് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ഹൈലി എസെൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് നേച്ചർ. ഇലകളാണ് സസ്യത്തിൽ ഒരു പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ് ഫുഡ് ഫാക്ടറീസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഫുഡ് ഫാക്ടറീസ് ആണ് ലീവ്സ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് chlorophyll in plants prepare glucose using carbon dioxide and water. ലൈറ്റിന്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സിലുള്ള ക്ലോറോഫിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ പറയുന്ന പേരാണെന്ന്, അല്ലെങ്കിൽ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ന്? ഫോട്ടോസിന്തസിസ്. ദിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിസ് നേരത്തെ പറഞ്ഞില്ലേ? പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ്.
പക്ഷെ ഈ ഗ്ലൂക്കോസിനെ അവർ എന്താക്കി മാറ്റും? സ്റ്റാർച്ച് ആക്കി മാറ്റും. ആൻഡ് സ്റ്റോർഡ് ഇൻ അവരുടെ ആവശ്യത്തിനുള്ള, ഇപ്പോൾ ചെടികൾ ഉണ്ടാക്കി അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ഫുഡിന്റെ, അപ്പൊ അവരുടെ ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തിട്ട് ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യും? അവര് സ്റ്റാർച്ച് ആക്കി മാറ്റി സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുന്നത് ചില പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് തരും, ചില പ്ലാന്റ്സ് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബേഴ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചിലത് ഫ്രൂട്ട്സ് ആക്കി സ്റ്റോർ ചെയ്യും, ഫ്രൂട്ട്സിൽ സ്റ്റോർ ചെയ്യും. ചിലര് റൂട്ട്സിൽ സ്റ്റോർ ചെയ്യും, റൂട്ട് വേരുകളിൽ വണ്ണം വെക്കും അല്ലെ. കപ്പ, പിന്നെ മരച്ചീനി എന്ന് പറയുന്ന മരച്ചീനി, അതുപോലെ തന്നെ എന്താ സ്വീറ്റ് പൊട്ടറ്റോസ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇതിലൊക്കെ എങ്ങനെയാണ്? റൂട്ട്സിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് അലോൺ ക്യാൻ പ്രിപ്പയർ, അപ്പൊ ഫ്രൂട്ട്സ്, ലീവ്സ്, ട്യൂബേഴ്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്ത് ഫോമിലാണ് സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ച് ആക്കിയിട്ടാണ്. ഗ്രീൻ പ്ലാന്റ്സ് അലോൺ ക്യാൻ പ്രിപ്പയർ ഗ്ലൂക്കോസ് ഇൻ ദിസ് മാനർ. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമേ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയൂ. കാരണം എന്താണ്? ക്ലോറോഫിലാണ് ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്, ക്ലോറോഫിൽ വെച്ചിട്ടാണ്. റൈറ്റ്. ഇനി അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? അപ്പൊ പറഞ്ഞ റിയാക്ഷൻ ബൈ യൂസിങ് ലൈറ്റ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. റൈറ്റ്. മറ്റൊരു റിയാക്ഷൻ പറഞ്ഞതാണ് ഫയർഫ്ലൈ ഉള്ള റിയാക്ഷൻ. ഫയർഫ്ലൈ അടുത്ത പറയുന്നത് എന്താണ്? ഫയർഫ്ലൈയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്ക് അറിയാം ഫയർഫ്ലൈ എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ് അല്ലെ. ഇങ്ങനെ മിന്നുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? ലൈറ്റ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പൊ ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ജസ്റ്റ് ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ എന്നുള്ളത് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണ്ടു. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഫയർഫ്ലൈന്റെ ബോഡിയിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മിസ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നോക്കൂ. ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫയർഫ്ലൈ ഇസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്സ് ബോഡി. Light energy is emitted as a result of the formation of oxyluciferin through the reaction between luciferin and oxygen in the presence of luciferase, an enzyme present in the firefly's body. അതായത് ഫയർഫ്ലൈയുടെ ബോഡിയിൽ ലൂസിഫറേസ് എന്ന പേരുള്ള ഒരു എൻസൈം ഉണ്ട്. ഈ ലൂസിഫറേസ് എന്ന എൻസൈം എന്ത് ചെയ്യും? അതിന്റെ പ്രസൻസിൽ ലൂസിഫറിനും ഓക്സിജനും തമ്മിൽ, അതായത് ലൂസിഫറിൻ ഇതിന്റെ ബോഡിയിലുള്ളതാണ്, ലൂസിഫറിനും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് ഓക്സി ലൂസിഫറിൻ എന്ന കെമിക്കൽ ഉണ്ടാവും. ആ സമയത്ത് ധാരാളം ലൈറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ബയോലൂമിനസെൻസ്. അപ്പൊ അതൊരു ഫയർഫ്ലൈ എന്ന് പറയുന്ന ഒരു ജീവനുള്ള സാധനമാണല്ലോ. അപ്പൊ അതിന്റെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് നമ്മൾ എന്താ പറയാ? ബയോലൂമിനസെൻസ് എന്നാണ് പറയാം. 95% of the energy liberated in this process is in the form of light. Luciferin combines with the oxygen and forms oxyluciferin. ആ റിയാക്ഷനില് 95%ഉം ഏത് എനർജിയാണ് റിലീസ് ചെയ്യുക? ലൈറ്റ് എനർജിയാണ് റിലീസ് ചെയ്യുക. ഹീറ്റ് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രമേ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഫയർഫ്ലൈന്റെ ബോഡിയിൽ നല്ല ലൈറ്റ് കാണുന്നത്. ദിസ് ഇസ് ദ റീസൺ വൈ ഹീറ്റ് ഇസ് നോട്ട് ഫെൽറ്റ് വെൻ എ ഫയർഫ്ലൈ ബേൺ. അപ്പോൾ ഫയർഫ്ലൈ ഗ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂട് തോന്നാത്തതിന്റെ കാരണം ബയോലൂമിനസെൻസ് എന്ന റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്നത് 95% ഏത് എനർജിയാണ്? ലൈറ്റ് എനർജിയാണ്. മനസ്സിലായി? അപ്പൊ അത് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദ കേസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ബയോലൂമിനസെൻസ് അല്ലെങ്കിൽ ഗ്ലോ ഫയർഫ്ലൈ എന്നുള്ളത് ലൈറ്റ് എനർജി ഈസ് റിലീസ്. ലൈറ്റ് ആണ്, ലൈറ്റ് ഇസ് അബ്സോർബ്, ലൈറ്റ് ഇസ് റിലീസ്ഡ്. ഈ രണ്ട് റിയാക്ഷൻസ് ആണ്. ഇനി മറ്റൊരു കെമിക്കൽ റിയാക്ഷനും കൂടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കുറച്ച് സിൽവർ ബ്രോമൈഡ് എടുക്കുക. 2 വാച്ച് ഗ്ലാസ് എടുക്കുക. 2 വാച്ച് ഗ്ലാസ് എന്ന് എന്താ പറയാ? ചെറിയ ഇങ്ങനെ പരന്നൊരു ഗ്ലാസിന്റെ പാത്രങ്ങളെ വാച്ച് ഗ്ലാസ് എന്ന് പറയാം. 2 വാച്ച് ഗ്ലാസ് എടുത്തു. 2 വാച്ച് ഗ്ലാസ് നമ്മൾ സിൽവർ ബ്രോമൈഡ് എടുത്തു. എന്നിട്ട് ഒരു വാച്ച് ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു വാച്ച് ഗ്ലാസിനെ കവർ ചെയ്യും. കവർ ഇറ്റ് വിത്ത് ബ്ലാക്ക് പേപ്പർ. ബ്ലാക്ക് പേപ്പർ എന്തിനാണ്? ലൈറ്റിനെ കടത്തി വിടാത്ത ആൾക്കാരാണ് ആര്? ബ്ലാക്ക് പേപ്പർ.
അപ്പോൾ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു വാച്ച് ഗ്ലാസ് കവർ ചെയ്യും. ഇതിനുള്ളിൽ എന്താ എടുത്തിരിക്കുന്നത്? സിൽവർ ബ്രോമൈഡ്. എന്താണ്? സിൽവർ ബ്രോമൈഡ് എന്ന സബ്സ്റ്റൻസ് ആണ്, ഒരു സോൾട്ട് ആണ്. രണ്ടിലും സിൽവർ ബ്രോമൈഡ് എടുത്തു, ഇതിനെ നമ്മൾ കവർ ചെയ്തു. ഇതിനെ കവർ ചെയ്തിട്ടില്ല, ദിസ് ഇസ് കെപ്റ്റ് ഓപ്പൺ ആൻഡ് രണ്ടിനെയും നിങ്ങൾ സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കുക, വെയിലത്ത് കൊണ്ടുപോയി വെക്കുക. What do you observe? In which watch glass does the color of silver bromide changes? കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ഈ തുറന്നു വെച്ചിരിക്കുന്ന പാത്രമില്ലേ, ഇതിലെ സിൽവർ ബ്രോമൈഡിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സാധാരണ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്നത് കളർ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ അതിന്റെ കളർ ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. In which watch glass does the color of silver bromide change? ഏതിലാണ് സിൽവർ ബ്രോമൈഡിന്റെ കളർ ചേഞ്ച് ചെയ്യുക? Watch glass which is kept open. Which form of energy was responsible for this chemical change? അതായത് രണ്ടിനെയും നമ്മൾ ലൈറ്റിൽ സൺലൈറ്റിൽ കൊണ്ടുവച്ചപ്പോ ഓപ്പൺ ആയിട്ടിരുന്നിരുന്ന വാച്ച് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡിന്റെ കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ ഏതാണ് റിയാക്ഷൻ നടന്നത്? ഈ വാച്ച് ഗ്ലാസ്സിലാണ് റിയാക്ഷൻ നടന്നത്. റിയാക്ഷൻ നടന്നത് എന്തിന്റെ പ്രസൻസിലാണ്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ്, ലൈറ്റിന്റെ പ്രസൻസിലാണ്. ഈ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് സിൽവർ ബ്രോമൈഡിന്റെ കളറിന് ഒരു ചേഞ്ച് വരില്ല. കാരണം എന്താണ്? നമ്മൾ അതിനൊരു ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തത് കൊണ്ട് ലൈറ്റ് എനർജിക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ റിയാക്ഷൻ നടക്കില്ല. ഇത് ഓപ്പൺ ആക്കി വെച്ചതല്ലേ, അപ്പൊ ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ സിൽവർ ബ്രോമൈഡ് കെമിക്കൽ റിയാക്ഷൻ നടന്ന് വേറൊരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇവിടെ എന്താ സംഭവിച്ചത്? ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഈ റിയാക്ഷൻ നമ്മൾ എന്ത് പറയും? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. നോക്കൂ ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് വാസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് സിൽവർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ഇപ്പൊ എന്താ സംഭവിക്കുക? ഈ സിൽവർ ബ്രോമൈഡ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യും, അതങ്ങ് മുറിയും. മുറി മീൻസ് ഡീകമ്പോസ് എന്ന് പറഞ്ഞാൽ സിൽവർ ബ്രോമൈഡ്, സിൽവറും ബ്രോമിനുമാണ് അതിലുള്ളത്. അപ്പൊ ഇതെന്തായി മാറും? സ്പ്ലിറ്റ് ചെയ്തിട്ട് സിൽവർ ആയിട്ട് മാറും. ഈ സിൽവറിന്റെ കളറാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. റൈറ്റ്? വാട്ട് കുഡ് ബി ദ റീസൺ ഓഫ് സ്റ്റോറിംഗ് സർട്ടൺ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് ഇൻ ബ്രൗൺ ബോട്ടിൽസ്? ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്ന സിറപ്പുകളൊക്കെ അല്ലേ, ടോണിക്കുകൾ, സിറപ്പുകളൊക്കെ ഏത് കളറിലെ ബോട്ടിലും ഉണ്ടാവുക? ഒക്കെ ഒരുതരം ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് പോലത്തെ കളറിലെ ബോട്ടിൽസിലാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണത്? To avoid direct contact with sunlight. ഒരു ഗ്ലാസ് വെള്ള കളർലെസ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് എന്ത് സംഭവിക്കും? സൺലൈറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരും. ബ്ലാക്ക് കളർ ഡസ് നോട്ട് അലൗ ദ സൺലൈറ്റ് ടു എൻറ്റർ ടു ദ ബോട്ടിൽസ്. ആ ബ്ലാക്ക് കളർ ഓഫ് ദ ബോട്ടിൽ ഒരിക്കലും സൺലൈറ്റിനെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി അനുവദിക്കില്ല. കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനുള്ളിലിരിക്കുന്ന കെമിക്കൽസ് ചിലപ്പോൾ ലൈറ്റിന്റെ പ്രസൻസിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് വേറെ എന്തെങ്കിലും ആയി മാറും. അപ്പൊ നമ്മുടെ മരുന്നൊക്കെ ചീത്തയായി പോകും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സൺലൈറ്റ്, ടു അവോയ്ഡ് ദ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. അതിനാണ് നമ്മൾ ബ്രൗൺ കളർ ബോട്ടിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബോട്ടിൽ ഈ മെഡിസിൻസ് ഒക്കെ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത്. മെഡിസിൻ ഒക്കെ കേടുവന്ന് നമ്മൾ അറിയ പോലും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ മീൻസ് വാട്ട്? കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് എയ്തർ അബ്സോർബ്, അല്ലെങ്കിൽ എയ്തർ യൂസ്ഡ് ഓർ റിലീസ്ഡ്. ഒന്നുകിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. അത് നമ്മൾ 3 എക്സാമ്പിൾസ് പഠിച്ചു. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി അബ്സോർബ്, ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി റിലീസ്ഡ്, decomposition of silver bromide, light energy absorbed. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ 3 തരം റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അത് മിസ് അടുത്ത വീഡിയോയിൽ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ അല്ലെ പറയുന്നത്? എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിന് കമന്റ് ചെയ്താൽ മതി. മിസ്സിന്റെ നമ്പർ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ കാണാനൊന്നും നിങ്ങൾക്ക് പൈസ ചിലവൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ശരി, ഓക്കെ.